ഹായ്. നമ്മുടെ SBIയുടെ പ്രീവിയസ് ഇയർ ക്ലർക്കും പിയുടെ ക്വസ്റ്റൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ സിംപ്ലിഫിക്കേഷൻ ആണ് ഇപ്പോൾ നോക്കുന്നത്. സിംപ്ലിഫിക്കേഷനിൽ പ്രീവിയസ് ഇയർ നമ്മൾ ഓൾമോസ്റ്റ് 20 ക്വസ്റ്റൻസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ അത് കണ്ടിട്ടില്ലാത്തവർ ആ ഒരു സെഷൻസ് നിങ്ങൾക്ക് അവിടെ ചാനലിൽ ചെന്ന് കാണാവുന്നതാണ്. ഇനി നമ്മൾ ആ ഒരു സെഷൻസ് കണ്ടിട്ട് ഇത് ഫോളോ ചെയ്ത് വരിക. ബിക്കോസ് ഈ ഒരു സെഷനിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതും നേരത്തെ റിപ്പീറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള മെത്തേഡ്സും ഷോർട്ട് കട്ട്സും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഒരുപാട് റിപ്പീറ്റ് ആവുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ആ ഒരു ഓർഡറിൽ കണ്ടുവരുവാണെങ്കിൽ സോ നേരത്തെ പഠിച്ചിട്ടുള്ളതും നേരത്തെ കണ്ടിട്ടുള്ള ആ ഷോർട്ട് കട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെ നമുക്ക് ഈ സെഷനിലും യൂസ് ചെയ്യാം, എത്രത്തോളം റിപ്പീറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം. സോ ഇവിടെ തന്നെ സമയങ്ങളിൽ ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റൻസിലേക്ക് പോകാം. സോ ഈ സെഷനിൽ ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് നമുക്ക് പോകാം. സോ നമുക്ക് ആ സൂക്ഷിച്ചോ നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഇവിടെ വളരെ ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന 3 സ്ഥലത്തും പെർസെൻറ്റേജ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്യാം. ഓർ എൽസ് ഡയറക്റ്റ്ലി നമുക്ക് വേണമെങ്കിൽ അങ്ങ് സോൾവ് ചെയ്ത് തന്നെ നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ആദ്യം നമുക്ക് പെർസെൻറ്റേജ് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ എല്ലാ സ്ഥലത്തും പെർസെൻറ്റേജ് കോമൺ ഉണ്ടായിട്ട് ആ പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്യായി. ഇനി ബാക്കിയുള്ള ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മാത്രം മതി. സോ നമുക്ക് ബാക്കിയുള്ള ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2.5 ടൈംസ് ഓഫ് 40. അപ്പോൾ 2 ടൈംസ് ഓഫ് 40 80 ആൻഡ് 0.5 ടൈംസ് നമ്മൾ 40യുടെ പകുതി 20. അപ്പോൾ 40ന്റെ ഇരട്ടി 80ഉം 40ന്റെ പകുതി 20 കൂടി ചേരുമ്പോൾ അത് എത്ര ആവും? 100 ആവും. നമുക്ക് പ്ലസ് 4.5 ടൈംസ് ഓഫ് 80. ഇപ്പോൾ 4 ടൈംസ് ഓഫ് 80 എന്ന് പറഞ്ഞാൽ 320 ആണ്. അതുകൂടാതെ 0.5 ടൈംസ് ഓഫ് 80 എന്ന് പറയുമ്പോൾ 80യുടെ പകുതി 40. അങ്ങനെയാണ് ഈ 320യും 40 കൂടെ ചേരുമ്പോൾ നമുക്കത് 360 എന്ന് നമുക്ക് വരും. ഇനി നമുക്ക് ഇവിടെ ഈക്വൽ ടു ഇവിടെ നമുക്കൊരു സംതിങ് കണ്ടുപിടിക്കാനുണ്ട്. ഇൻറ്റു 10 ആണുള്ളത്. സോ ഈ 10ഉം ഇവിടുത്തെ ഈ സീറോസ് എല്ലാം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ 10 പ്ലസ് 36 46 നമുക്ക് ആൻസർ വരും. കാണാൻ പറ്റും, ഒരു ലൈനേ ഉള്ളൂ. ഒരു ലൈനിൽ നമ്മുടെ ആൻസർ വന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ സി 46. ഈ ഒരു രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇതുപോലെ പെർസെൻറ്റേജ് കോമൺ ആയിട്ട് രണ്ട് സൈഡിലും വരികയാണെങ്കിൽ നമ്മൾ ഓരോന്നും സോൾവ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ളതിന്റെ നമ്പേഴ്സിനെ വെച്ച് മാത്രം ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ 2.5 3.5 4.5 ഇങ്ങനെയുള്ള വാല്യൂസ് വരാറുണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്തും നമ്മൾ അതിനെ ഈ ഒരു രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാല്യൂസ് ആയിരിക്കും തന്നേക്കുന്നത്. നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെ എടുത്താൽ വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം. അടുത്തത് ഫുൾ നമുക്കൊരു ഫ്രാക്ഷൻ ഫോംസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. പക്ഷെ നമുക്ക് താഴെ ഡിനോമിനേറ്റർ നോക്കി കാണാൻ പറ്റും 16 8 32 ആൻഡ് ഇവിടെയും 16 4 32. എല്ലാം 32 തന്നെ ആ ഒരു ഫാക്ടേഴ്സ് ആണ് തന്നേക്കുന്നത്. സോ നമുക്ക് രണ്ട് സൈഡിലും 32നെ അങ്ങ് LCM ആയിട്ട് എടുക്കാം. ഈ സൈഡിൽ നമുക്ക് 32 LCM ആയിട്ട് എടുക്കാം. സെയിം നമുക്ക് ഈ സൈഡിലും 32 LCM ആയിട്ട് എടുക്കാം. നമുക്കത് ക്യാൻസൽ ആയി പോവുകയും ചെയ്യും. അപ്പോൾ നമുക്കതൊന്ന് LCM എടുത്തതിന് ശേഷം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം ഇവിടെ നിന്ന് LCM എടുത്ത് വരുമ്പോൾ നമുക്ക് ഈ 16നെ 32 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇൻറ്റു 2 ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 5 × 2 നമുക്ക് 10 എന്ന് വരും. അടുത്ത മൈനസ് ആണ്, മൈനസ് കൊടുക്കുക. അടുത്ത 8നെ 32 ആക്കാൻ ഇൻറ്റു നമ്മൾ 4 ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 1 × 4 നമുക്ക് 4 എന്ന് വരും. മൈനസ് ഇവിടെ ഓൾറെഡി 32 ആണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ആ 3 അതേപോലെ ഇങ്ങനെ എടുത്താൽ മതി. സോ ആ 3 അതേപോലെ ഇങ്ങനെ എടുക്കാം. ഇവിടെ നമുക്ക് അതേ പ്രോസസ് റിപ്പീറ്റ് ചെയ്യാം. 16നെ ഡബിൾ ആക്കണം. അങ്ങനെയാണെങ്കിൽ 3നെ ഡബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് 6 എന്ന് വരും. ഇനി ഇവിടെ 4നെ 32 ആക്കണമെങ്കിൽ നമുക്കറിയാം 4 × 8 ആണ് 32. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 1 × 8 നമുക്ക് 8 എന്ന് വരും. ആൻഡ് ഇടയ്ക്ക് മൈനസ് ആണ്. സോ ഇവിടെ മൈനസ് വരും. ആൻഡ് ഇവിടെ ഓൾറെഡി 32 ആണ്. സോ ഒന്നും ചെയ്യാനില്ല. പക്ഷെ നമുക്ക് അവിടുത്തെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കത് പ്ലസ് എക്സ് എന്ന് നമുക്ക് അവിടെ കൊടുക്കാം. ഇനി ഇവിടെ നേരത്തെ ചെയ്തുള്ളത് 32 ഉം 32 ക്യാൻസൽ ആവും. നമുക്ക് -4 -3 എന്ന് പറഞ്ഞാൽ നമുക്കത് -7 എന്ന് വരും. ആൻഡ് ഈ 10ൽ നിന്ന് ആ 7 മൈനസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരാൻ പോകുന്നത് 3 ആണ്. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ 6 - 8 -2 വരും. ആ -2 ഇപ്പുറത്ത് വരുമ്പോൾ +2 ആവും. നമുക്ക് തൽക്കാലം -2 എന്ന് എഴുതാം. പ്ലസ് എക്സ് എന്ന് വരും. സോ ഇവിടെ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും എക്സിന്റെ വാല്യൂ എന്താ വരാൻ പോകുന്നത്? 5 ആണ് വരാൻ പോകുന്നത്. അഗെയിൻ നമുക്ക് കാണാൻ പറ്റും ഒരു 1 or 2 സ്റ്റെപ്സ് എന്ന് പറയാനില്ല. ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ എന്താ വരാൻ പോകുന്ന ആൻസർ എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് ക്ലിയർലി മനസ്സിലാവും. സോ അഗെയിൻ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 5 ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ 40% ഓഫ് 750 മൈനസ് സംതിങ് മൈനസ് 450 ഡിവൈഡ് ബൈ 9 × 4 = 40. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ബോട്ടംസ് കൂടി നമ്മൾ നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചോണം. സോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് പോകാം. അതുപോലെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെ പെർസെൻറ്റേജും സീറോസും ക്യാൻസൽ ചെയ്യാം. 4 × 75 എന്ന് പറയുമ്പോൾ 75യുടെ ഡബിൾ 150, 150യുടെ ഡബിൾ 300. ഓക്കെ, ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ ഡബിളുടെ ഡബിൾ. ഇനി മൈനസ് സംതിങ് മൈനസ് നമുക്ക് ഇവിടെ നിന്ന് 4 ഇത് ഡിവിഷനിലാണ്. അങ്ങനെയാണെങ്കിൽ 4ഉം 9ഉം 45 കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 5 ടൈംസ് വരും. സോ ഇവിടെ നമുക്ക് 50 എന്നാണ് വരാൻ പോകുന്നത്. 50 × 4 ഈ ഒരു 0 കൂടി ചേരുമ്പോഴത്തേക്കും 50 ആൻഡ് 50 × 4 നമുക്ക് 200 എന്ന് വരും. ഈക്വൽ ടു നമുക്ക് എന്തുണ്ട്? 40 ഉണ്ട്. നമുക്ക് ആ 49 ഇപ്പുറത്ത് കൊണ്ടുവരികയാണെങ്കിൽ അത് -40 ഈക്വൽ ടു നമുക്ക് 0 എന്ന് വരും. ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി നമ്മുടെ ആൻസർ കിട്ടാൻ വേണ്ടി. സോ നമുക്ക് ഇവിടെ ക്ലിയർലി കാണാം
300 മൈനസ് 200 100. 100ൽ നിന്ന് 40 മൈനസ് ചെയ്താൽ നമുക്ക് 60 എന്ന് വരും. -60 എന്നാണ് വരാൻ പോകുന്നത്. നമുക്കത് +60 എന്നാണ് വരാൻ പോകുന്നത്. ഇവിടെ എക്സ് മൈനസ് ആണ്. സോ എക്സിനെ നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഈക്വൽ ടു നമുക്ക് 60 എന്ന ആൻസർ വരും. ജസ്റ്റ് മൈനസ് ചെയ്താൽ മാത്രം മതി. 300 മൈനസ് 200 100. 100 മൈനസ് 40 60 എന്ന ആൻസർ വരും. ഓപ്ഷൻ ഇ 60 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ഇനി മൊത്തം നമ്മുടെ ആ ഒരു ലോസ് ഓഫ് ഇൻഡിസസിന്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ പവറുടെ കൺസെപ്റ്റ് ആണ് വന്നേക്കുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും നമുക്ക് ഇതേപോലത്തെ പവറിന്റെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റൻസ് ആണ് വരുന്നതെങ്കിൽ എസ്പെഷ്യലി അത് പെട്ടെന്ന് മനസ്സിലാവുന്ന കണ്ടുപിടിക്കാൻ പറയുന്ന പവറാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആണ് വരുന്നതെങ്കിൽ നമ്മുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും ബേസ് സെയിം ആക്കുക, എന്നാൽ മാത്രമേ പവർ കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ എല്ലാത്തിന്റെയും ബേസ് സെയിം ആക്കാൻ നമുക്ക് 0.027 നമുക്കറിയാം 27 എന്ന് പറഞ്ഞാൽ 3യുടെ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 0.3യുടെ ക്യൂബാണ് ഡെസിമലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു ഇത് ഓൾറെഡി നമുക്ക് അതേപോലെ തന്നെ തന്നേക്കുന്നത് 0.3 തന്നെ തന്നേക്കുന്നത്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ 0.3 സ്ക്വയർ ഡിവൈഡഡ് ബൈ നമുക്ക് 81 തന്നിട്ടുണ്ട്. 81 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ 3യുടെ പവർ 4 ആണ്. നമുക്കിവിടെ 4 ഡെസിമലും കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്കത് 0.3യുടെ പവർ 4 എന്ന് എടുക്കാം. ഇൻറ്റു നമുക്ക് 9 3യുടെ സ്ക്വയർ ആണ്, 2 ഡെസിമലാണ് തന്നേക്കുന്നത്. ക്ലിയർലി നമുക്ക് അത് ഉറപ്പിക്കാനും പറ്റും പെട്ടെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ. സോ അങ്ങനെയാണെങ്കിൽ 0.3 ആൻഡ് 2 ഡെസിമൽ. സോ 2. സിമ്പിൾ ആയിട്ട് നമുക്കിവിടെ 3 ഡെസിമൽ. സോ പവറിൽ 3. ഇവിടെ ഒന്നും ചെയ്യാനില്ല, അത് ഓൾറെഡി അങ്ങനെ തന്നെയാണ് തന്നേക്കുന്നത്. ഇവിടെ 4 ഡെസിമൽ. സോ പവറിൽ 4. ഇവിടെ 2 ഡെസിമൽ. പവറിൽ 2. നിങ്ങൾക്ക് ഇങ്ങനെയും ഒന്നുകൂടി കൺഫേം ചെയ്യാം. അതിനെ ഈക്വൽ ടു നമുക്ക് 0.3 റേസ് ടു സംതിങ് അത് കണ്ടുപിടിക്കണം. ഇനി നമുക്ക് നമ്മുടെ ലോസ് ഓഫ് ഇൻഡിസസ് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഒരു സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് ഈ 3യുടെ പവേഴ്സ് അറിയാവുന്ന ഒരാൾക്ക് ഡയറക്ട്ലി എഴുതുന്ന എന്തായിരിക്കും, ഇതായിരിക്കും എഴുതുന്നത്. 0.3 എഴുതാൻ നിൽക്കത്തില്ല, ജസ്റ്റ് പവറിൽ മാത്രം ആ തന്നേക്കുന്ന പവേഴ്സ് എടുക്കും. ഇപ്പൊ നമുക്കറിയാം ഇൻറ്റു ആണെങ്കിൽ പവേഴ്സ് തമ്മിൽ ആഡ് ആവും, ഡിവിഷൻ ആണെങ്കിൽ പവേഴ്സ് തമ്മിൽ മൈനസ് ആവും. പക്ഷെ അത് പലരും 2 സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. പക്ഷെ 2 സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ അത് എടുക്കാൻ പറ്റും. എങ്ങനെ? ഡയറക്ട്ലി 3 + 2 ഡിവിഷൻ ആയതുകൊണ്ട് -4, വീണ്ടും ഇൻറ്റു ആയതുകൊണ്ട് +2. ഈ രീതിയിൽ അങ്ങനെ നമുക്ക് ഇവിടെ ക്ലിയർലി കാണാം 2 + 2 4 ആണ്. ആൻഡ് ഇവിടെ -4 ഉണ്ട്, അത് ക്യാൻസൽ ആയി. ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ഒരു 3 മാത്രമേ ബാക്കിയുള്ളൂ. സോ 0.3 റേസ് ടു എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തെന്ന് വരും? നമുക്ക് ആ 3 എന്ന് വരും. സോ എക്സ് ഈക്വൽ ടു 3. നമുക്ക് ഒരു സ്റ്റെപ്പിൽ അഗൈൻ ഇവിടെയും നമുക്ക് ആൻസർ വരും. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് എക്സാമിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് ഡയറക്ട്ലി ഈ ഒരു സ്റ്റെപ്പ് എഴുതിക്കൊണ്ട് തന്നെ നമുക്ക് ആൻസേഴ്സ് ചെയ്തു പോകാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ചെറുതായിട്ട് പവറിന്റെ കൺസെപ്റ്റ് ഉണ്ട്, പക്ഷേ അതർവൈസ് നോർമൽ ക്വസ്റ്റൻ ആണ്. നമുക്ക് സോൾവ് ചെയ്ത് പോകാം. 25 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 25യുടെ സ്ക്വയർ റൂട്ട് 5 എന്ന് വരും. ദെൻ ഡിവൈഡഡ് ബൈ നമുക്ക് 16ന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് 4 എന്ന് വരും. സോ ബൈ 4 ഇൻറ്റു 44 പ്ലസ് 135 മൈനസ് സംതിങ്. ഇനി നമുക്ക് ഇവിടുന്ന് 24ഉം 6 കൂടി ക്യാൻസൽ ചെയ്താൽ 4 എന്ന് വരും. ഇത് 40 ആണ്, ഇവിടെ ഒരു 0 കൂടി ഉണ്ട്. സോ അതുകൂടി നമുക്ക് ഇങ്ങനെ ഇപ്പുറത്ത് കൊണ്ടുവരുവാണെങ്കിൽ ലെഫ്റ്റ് കൊണ്ടുവരുവാണെങ്കിൽ -40 എന്ന് വരും. ഈക്വൽ ടു നമുക്ക് ഈ എക്സിനെ വേണമെങ്കിൽ അങ്ങ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. തൽക്കാലത്തേക്ക് നമുക്ക് അത് ഇവിടെ എഴുതിയോണ്ട് നമുക്ക് 0 എന്ന് ഇടാം. ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ വരും. സോ ഇവിടെ നിന്ന് ഈ 4ഉം 44ഉം ക്യാൻസൽ ചെയ്താൽ 11 വരും. സോ 5 × 11 നമുക്ക് 55 എന്ന് വരും. പ്ലസ് അവിടെ 135 ഉണ്ട്, ദെൻ ഒരു -40 ഉണ്ട്. ഈക്വൽ ടു എക്സിനെ നമുക്ക് അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. ഇനി ഇതൊന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി നമുക്ക് ആൻസർ വരാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് 40ഉം ഇവിടെ നിന്ന് ഒരു 40 പോയി കഴിഞ്ഞാൽ ബാക്കി 15 ഉണ്ട്. ഈ 15നെ 35ന്റെ കൂടെ ആഡ് ചെയ്താൽ 50 എന്ന് വരും. പിന്നെ ഒരു 100 അവിടെ ഒരു 1 കൂടി ഉണ്ട്, 100 കൂടി ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ 150 എന്ന് നമുക്ക് വരും. സോ എക്സിന്റെ വാല്യൂ 150 എന്ന് നമുക്ക് ആൻസർ വരും. സോ ഓപ്ഷൻസിൽ വന്ന ഓപ്ഷൻ ബി 150 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ അഗൈൻ നിങ്ങൾക്ക് ഇതിനെയും ഒരു 2 സ്റ്റെപ്പ്, നിങ്ങൾക്കറിയാം നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ക്വസ്റ്റിനെയും ഒരു സ്റ്റെപ്പിലോ അല്ലെങ്കിൽ മാക്സിമം 2 സ്റ്റെപ്പിലാണ് നിർത്താൻ നോക്കിയിരിക്കുന്നത്. എക്സാമിൽ നമ്മുടെ ബാങ്ക് എക്സാംസിലെ ക്വസ്റ്റൻസ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, ബാങ്ക് എക്സാം അല്ല ഏതൊരു എക്സാം ആയാലും സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റൻസ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് 2 സ്റ്റെപ്പാണ് മാക്സിമം എന്ന രീതിയിൽ തന്നെ എപ്പോഴും അപ്രോച്ച് ചെയ്ത് പോവുക. ഇതിന്റെ ബിഗിനിങ്ങിൽ നമുക്കത് 2 സ്റ്റെപ്പിൽ നിർത്താൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ എന്നാൽ ലോങ് ടേം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് 2 സ്റ്റെപ്പിലേക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. വളരെ ഈസിയാണ് 2 സ്റ്റെപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അത്യാവശ്യം നമ്മൾ സിംപ്ലിഫിക്കേഷൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റൻസിലേക്ക് നമുക്ക് ആ ഒരു നമ്പർ ഓഫ് സ്റ്റെപ്സിലേക്ക് നിർത്താൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ SBIയുടെ ഒരു പ്രീവിയസ് ഇയർ ക്ലർക്കിന്റെ മാത്രം ക്വസ്റ്റൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് 3 ഇയേഴ്സ് ക്വസ്റ്റൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 52-53 ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ പകുതിത്തോളം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ലാസ്റ്റ് ക്വസ്റ്റനോടെ. ഇനി നമ്മൾ ഈ ബാക്കി റിമൈനിങ് ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു 50 ക്വസ്റ്റൻസിനെ നിങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുക. ലൈക്ക് ഇതേ സെയിം ക്വസ്റ്റിനെ തന്നെ, വേറെ പുതിയ ക്വസ്റ്റനോ അല്ല, ഈ 50 ക്വസ്റ്റിനെ നിങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുക എക്സാമിന് പോകുന്നതിന് മുമ്പ് എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ അതുവഴി തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു വട്ടം ചെയ്തിട്ട് തന്നെ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റെപ്സ് നോക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും പിന്നെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു ക്വസ്റ്റൻ നമുക്ക് ഇതേപോലെ തന്നെ വളരെ സ്പീഡിലൊന്ന് അപ്രോച്ച് ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം തന്നെ പെർസെൻറ്റേജും ഈ 2 സീറോയും ക്യാൻസൽ ചെയ്യാം. അങ്ങനെ 15 × 8 നമുക്ക് 120 എന്ന് വരും.
പ്ലസ് 35 ഇൻറ്റു 4 35 ഡബിൾ 35 ഡബിൾ 70 70 ഡബിൾ 140 140. ഇനി നമുക്ക് 3യും 15 ക്യാൻസൽ ചെയ്താൽ 5 വരെ. നമ്മൾ ഇത് ഒരുപാട് വട്ടം ചെയ്തു. നിങ്ങൾക്കറിയാം ഈ ഒരു സെഷനിൽ തന്നെ നമ്മൾ 3 വട്ടം ഇങ്ങനത്തെ ഒരു പാറ്റേൺ ചെയ്തു. അപ്പോൾ നമുക്ക് നല്ലപോലെ റിപ്പീറ്റ് ആവുന്ന ഒരു പാറ്റേൺ ആണെന്ന് മനസ്സിലായി. ആൻഡ് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി നിങ്ങൾക്ക്. ഇനി ഈ 15 നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ നമുക്ക് ഇവിടെ -15 വരും. ഈക്വൽ ടു നമുക്ക് ആ ഒരു എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇനി ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. സോ ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ 50യും ഇവിടെ നിന്ന് ഒരു 40യും ഇവിടെ നിന്ന് ഒരു 10 ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 100 ഉണ്ട്, ഇവിടെ ഒരു 100 ഉണ്ട്, ആൻഡ് ഒരു ബാക്കി 10 ഉണ്ട്. എല്ലാ ഓപ്ഷനിലും മിക്കവാറും 2 ഓപ്ഷൻ 10ലാണ് തീരുന്നത്. ആദ്യത്തെ 2 ഓപ്ഷനാണ് 10 തീരുന്നത്. അതിലും നമുക്ക് ആൻസർ 210 വരാൻ പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഇവിടെ നിന്ന് ഒരു 100, ഇവിടെ നിന്ന് ഒരു 100, സോ 200ഉം പിന്നെ ആ 10ഉം 210. ആൻസർ 210 എന്ന് നമുക്ക് ആൻസർ വരും. ഓപ്ഷൻ എ 210. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എച്ച് ഈക്വൽ ടു 40% of 320. സോ സീറോസും പെർസെൻറ്റേജും ക്യാൻസൽ. 4 into 32. അപ്പം 4 into 2 8, 3 into 4 12, 128. ദെൻ പ്ലസ് 4ന്റെ ക്യൂബ്. 4ന്റെ ക്യൂബ് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് അത് ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം. ഈ തന്നേക്കുന്ന ഡിവിഷനിലാണ്, ആൻഡ് ഇത് 4ന്റെ സ്ക്വയറാണ്. 4ന്റെ ക്യൂബിനെ 4ന്റെ സ്ക്വയറും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഈ 2ഉം 3യും പവർ പോയിട്ട് പിന്നെ ഒരു പവർ 1 കാണത്തുള്ളൂ. സോ എന്ന് പറഞ്ഞാൽ 4 മാത്രമേ വരത്തുള്ളൂ അവിടെ. ഇനി ഇൻറ്റു 108 ഉണ്ട്, പക്ഷെ 108ന്റെ കൂടെ ഡിവൈഡഡ് ബൈ 8 കൂടി ഉണ്ട്. നമുക്ക് അതിനെ അങ്ങനെ തന്നെ എഴുതാം. 108 ഡിവൈഡഡ് ബൈ 8. അപ്പം ബോർഡം ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാം. സോ ഇവിടെ നിന്ന് ഈ 4ഉം 8ഉം ക്യാൻസൽ ചെയ്ത് അവിടെ 2 എന്ന് വരും. ഈ 2ഉം ഇതുകൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കത് 54 എന്ന് വരും. 54 ഇവിടെ ആഡ് ചെയ്താൽ മാത്രം മതി. സോ അങ്ങനെ 100, 50, 150, ഒരു 20 കൂടി ചേരുമ്പോൾ 170, പിന്നെ ഒരു 12, സോ 182 എന്ന് നമുക്ക് വരും. 182 എന്ന് നമുക്ക് വരും. സോ ഓപ്ഷനിലേക്ക് വരുമ്പം 82. നമുക്ക് ഓപ്ഷൻ ഇ ആണ് നമ്മുടെ ആൻസർ, 182. ഓക്കെ, ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം കണ്ടുപിടിക്കാൻ നോക്കുക. അതുപോലെ ആൻസറിന്റെ റേഞ്ച് ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ റേഞ്ച് ചെക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ എല്ലാ ആൻസറിന്റെ റേഞ്ച് 100ലാണ്. സോ അതിൽ വലിയ കാര്യമില്ല. സോ അങ്ങനെയാണെങ്കിൽ അവസാനത്തെ 2 ഡിജിറ്റ് മാത്രം ഫോക്കസ് ചെയ്യുക. അത് കിട്ടാൻ വേണ്ടി ഈ 28ഉം 54 മാത്രം ഫോക്കസ് ചെയ്താൽ അത് ആൻസർ കിട്ടും നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 35% of 180 പ്ലസ് 18ന്റെ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് ബാക്കി തന്നിട്ടുണ്ട്. സോ അത് നേരത്തെ എടുത്ത പോലെ തന്നെ എടുക്കാം. ഇനി നമ്മൾ ഓൾറെഡി നേരത്തെ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു പാറ്റേൺ. എക്സാമിൽ വളരെയധികം റിപ്പീറ്റ് ആവുന്ന ഒരു പാറ്റേൺ ബാങ്ക് എക്സാംസിൽ. സോ നമുക്ക് എടുക്കേണ്ടി എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹാഫ് ആൻഡ് ഡബിൾ യൂസ് ചെയ്യുകയാണ്. ഇതിനെ ഡബിൾ ആക്കുകയാണ്, ഇതിനെ ഹാഫ് ആക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പെർസെൻറ്റേജും ക്യാൻസൽ ആയി പോകും, ഈ 2 സീറോയും ക്യാൻസൽ ആയി പോകും. 9 into 7 63 എന്ന് വരും. ആൻഡ് ഇത് നമ്മൾ സ്റ്റെപ്പ് എഴുതാതെ ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് 18ന്റെ സ്ക്വയർ 324. അത്യാവശ്യം സ്ക്വയർ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി 27 raised to 5/3. അപ്പം ബൈ 3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ടാണ്. 27ന്റെ ക്യൂബ് റൂട്ട് എന്ത് വരും? 3 എന്ന് വരും. 3ന്റെ ക്യൂബാണ് 27. ആൻഡ് ഇനി റേസ്റ്റ് എന്തുണ്ട്? ഒരു 5 ഉണ്ട്. അപ്പോൾ 3 raised to 5. അപ്പോൾ 3 raised to 5 എന്താണെന്നുള്ളത് നമ്മൾ എടുത്തിട്ട് നമുക്ക് ചെയ്തു. അപ്പോൾ 3 raised to 5 എന്ന് പറയുമ്പം നമുക്ക് 3 raised to 4 നമുക്ക് 81 ആണ്. അപ്പോൾ 81 into 3. 81 into 3 എന്ന് പറയുമ്പോൾ നമുക്ക് 8 into 3 24ഉം 1 into 3 3 എന്ന് വരും. നമ്മുടെ ഈ ഒരു 3യുടെ പവർ 5 243 ആണ്. സോ നിങ്ങൾ 1 തൊട്ട് 5 വരെയുള്ള 1 തൊട്ട് 10 വരെയുള്ള എല്ലാ നമ്പേഴ്സിന്റെയും പവർ 4 പഠിച്ചു വെക്കണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 1 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സിന്റെ എല്ലാം 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിന്റെ എല്ലാം പവർ 4 പഠിച്ചു വെക്കണം. അതിൽ 1 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സിന്റെ എല്ലാം പവർ 5 വരെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, പവർ 5 വരെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇവിടെ പവർ 1 തൊട്ട് 10 വരെ പവർ 4, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. 1 തൊട്ട് 2ന്റെ പവർ 10 വരെ പഠിച്ചു വെക്കുക. 2 തൊട്ട് 3 4 5 ഈ 3 നമ്പേഴ്സിന്റെ പവർ 5 വരെ പഠിച്ചു വെക്കുക. ആൻഡ് ബാക്കി 6 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിന്റെ പവർ 5 വരെ പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. സോ അറ്റ്ലീസ്റ്റ് 4 വരെയെങ്കിലും പഠിച്ചു വെക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങൾ അതിനെ പഠിച്ചു വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. സോ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇത് ഇപ്പുറത്ത് വന്നിട്ടാണ് നമ്മൾ മൈനസ് ഇട്ടത്. ഈക്വൽ ടു സംതിങ് സ്ക്വയർ ആണ്. സോ ആ സംതിങ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഇനി ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്താണെന്നുള്ളത്, നമുക്ക് എക്സിന്റെ വാല്യൂ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ നമുക്ക് ഇനി വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ഇനി ഇവിടെ നിന്ന് 300ഉം 200 കൂടി മൈനസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ബാക്കി വരുന്ന ഒരു 100 ആണ്. ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഒരു -43 ഉണ്ട്. സോ ഇവിടെ 124 ഉണ്ട്. വേണമെങ്കിൽ 24 ഇവിടെ എടുത്തേക്കാം. ഇനി 43യും 63 കൂടി മൈനസ് ചെയ്യണം. അപ്പോൾ 43യും 63 നിന്ന് 43 മൈനസ് ചെയ്താൽ നിങ്ങൾക്കറിയാം 3യും 3യും പോയി കഴിഞ്ഞാൽ പിന്നെ 60 40, അല്ലെങ്കിൽ 6 - 4 2 വരും. സോ പ്ലസ്സിൽ വരും. സോ 20 എന്ന് വരും. സോ ഇത് 144 എന്ന് വരും. 144 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12ന്റെ സ്ക്വയറാണ്. സോ അങ്ങനെയാണെങ്കിൽ ആ എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 12 ആയിരിക്കും. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ സി 12 ആണ് നമ്മുടെ ആൻസർ. എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ വരുന്നുണ്ട്, ഒട്ടും തന്നെ ലാഗ് ഇല്ലാതെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ
ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ എടുക്കുന്ന രീതി തന്നെ എടുക്കാം. 38 പ്ലസ് 41 ഇൻറ്റു 441 നിങ്ങൾക്കറിയാം നമ്മുടെ 21ന്റെ സ്ക്വയർ ആണ്. സോ 21ന്റെ സ്ക്വയറിനെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ബാക്കി 21 വരത്തുള്ളൂ. സോ 41 ഇൻറ്റു 21 മൈനസ് 17ന്റെ സ്ക്വയർ 289 ഈക്വൽ ടു സംതിങ് നമുക്ക് കണ്ടുപിടിക്കണം. ഇനി ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് വളരെയധികം റിപ്പീറ്റ് ആവുന്നു. ഈ 41 ഇൻറ്റു 21 നിങ്ങൾ നോക്കി വെക്കുക. ഇതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ വട്ടം ശ്രദ്ധിക്കുക. 41 ഇൻറ്റു 21 വളരെയധികം റിപ്പീറ്റ് ആവുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ 38 പ്ലസ് ഇനി ഇതേപോലത്തെ മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ എങ്ങനെ പെട്ടെന്ന് എടുക്കും? ജസ്റ്റ് നിങ്ങൾക്ക് അത് എടുക്കാനുള്ള പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു വഴി എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 40 ഇൻറ്റു 21 ആദ്യം അങ്ങ് ചെയ്യാം. 4 ഇൻറ്റു 2 8ഉം നമുക്ക് അതുപോലെ 4 ഇൻറ്റു 1 4ഉം പിന്നെ ആ ഒരു 0 കൂടി നമുക്ക് അവിടെ വരും. ലൈക്ക് 40 ഇൻറ്റു 21. അപ്പോൾ 21 ഇൻറ്റു 21 ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി 40 ഇൻറ്റു 21 ചെയ്യാം. അപ്പോൾ 40 ഇൻറ്റു 21 ചെയ്യുമ്പോൾ 4 ഇൻറ്റു 21 നമുക്കത് 84 എന്ന് വരും. പിന്നെ ഒരു 0 കൂടി വരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു 40 ഇൻറ്റു 21 നമ്മൾ ചെയ്ത് അപ്പോൾ ഇനി ഒരു 1 ഇൻറ്റു 21 ബാക്കിയുണ്ട്. സോ ആ 21 കൂടി എടുക്കുക. ഓക്കെ, ആ ഒരു അപ്രോച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 41 ഇൻറ്റു 21 വന്നാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാം? സോ ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം 40 പ്ലസ് 1 ഇൻറ്റു 21 അപ്രോച്ച് ചെയ്യുക. ഓക്കെ, ഒന്നെങ്കിൽ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് 20 പ്ലസ് 1 ഇൻറ്റു 41. ഏതാണ് നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നു ആ ഒരു അപ്രോച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നിങ്ങൾ വലിയ അപ്രോച്ച് വലിയ നമ്പർ വരുന്ന രീതിയിൽ ആദ്യം വലിയ നമ്പർ വരുന്ന രീതിയിലോ എങ്ങനെയായാലും നിങ്ങൾക്ക് ഏതാ എടുക്കാൻ എളുപ്പമുള്ള ആ രീതിയിൽ നിങ്ങൾക്ക് അതിനെ അപ്രോച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഇനി റിമൈനിങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. -289 ഈക്വൽ ടു എക്സ് എന്ന് വരും. ഇനി ഇതൊന്ന് പ്ലസ് ആൻഡ് മൈനസ് ചെയ്താൽ ആദ്യം നമുക്ക് ആൻസർ വരും. ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷനിൽ അവസാനം ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് ഓപ്ഷന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് കിട്ടിയാലും നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. ഓപ്ഷന്റെ അവസാനത്തെ ഡിജിറ്റ് കിട്ടിയാൽ ചിലപ്പോൾ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അതും ട്രൈ ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് കിട്ടുമോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ 8 പ്ലസ് 1 9 ആണ്. ആൻഡ് ഇവിടെ ഒരു -9 ഉണ്ട്. ആൻഡ് ഇവിടെ ഓൾറെഡി 0 ആണ്. അങ്ങനെയാണെങ്കിൽ 9 മൈനസ് 9 ആൻസറിന്റെ അവസാനം എന്ത് വരണം? 0 വരണം. സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നോക്കിയേ, അത്യാവശ്യം വലിയൊരു പ്ലസ് ആൻഡ് മൈനസ് വന്നപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് തന്നെ പറയാൻ പറ്റും. അതാണ് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് 8 ഇവിടുന്ന് 1 വരാൻ പോകുന്നത്. സോ 8 പ്ലസ് 1 9 -9 നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആ ഒരു 8 പ്ലസ് 1 -9 0 ആണ് വരാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റും. സോ അത് വെച്ച് തന്നെ നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഓപ്ഷൻസ് നല്ലപോലെ യൂസ് ചെയ്യുക. നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x ഈക്വൽ ടു 610 എന്ന ആൻസർ വരും. നിങ്ങൾക്ക് അത് സോൾവ് ചെയ്ത് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. സോ നമുക്ക് ഇവിടുന്ന് ഇതിനൊന്ന് സോൾവ് ചെയ്യണമെങ്കിൽ സോൾവ് ചെയ്ത് കാണിക്കാം. നമുക്ക് ഇവിടുന്ന് 38 പ്ലസ് 840 ഒന്നുകൂടി എടുത്ത് എഴുതാം. പ്ലസ് 21 മൈനസ് 289 ഉണ്ട്. സോ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇതൊന്ന് സോൾവ് ചെയ്ത് പോകാം. നമുക്ക് ഇവിടുന്ന് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ആദ്യമേ ഈ 800ഉം ഈ 200 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി 600 വരും. ഇനി നമുക്ക് ഇവിടെ ഒരു 89 ബാക്കിയുണ്ട്. ഈ 89 നമുക്ക് ഇവിടുന്ന് മൈനസ് ചെയ്യണം. സോ 89 മൈനസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് ഇവിടെ ഒരു 40 ഉണ്ട്, ഇവിടെ 50 60 ഉണ്ട്, 70 80 90 ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 90 നിന്ന് 89 അങ്ങ് മൈനസ് ആയി കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞാൽ ഈ 40ഉം ഇവിടുന്ന് ഒരു 20ഉം ഇവിടുന്ന് 3 കൂടി എടുക്കുമ്പോൾ 40 50 60 70 80 90 ആ 90 നിന്ന് നമ്മൾ ഈ 89 അങ്ങ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്രയേ ഉള്ളൂ? ഒരു 1 ഉള്ളൂ. സോ ഇവിടെ 600 ഇരിക്കട്ടെ, ആ 1 ബാക്കി. ഇനി ഇവിടെ എടുക്കാൻ ബാക്കിയുള്ള എന്തൊക്കെ ഉണ്ട്? ഇവിടെ ഒരു 8 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. എന്ന് പറഞ്ഞാൽ 8 പ്ലസ് 1 9 അങ്ങനെയാണെങ്കിൽ 8 പ്ലസ് 9 പ്ലസ് 1 10 ആവും. ഈ 600 കൂടെ ചേരുമ്പോൾ 610 ആവും. നമുക്ക് ഇൻ കേസ് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഡിജിറ്റ്സിനെ എടുത്തിട്ട് അത് പ്ലസും മൈനസും ചെയ്ത് നമുക്ക് ഇതേപോലെ ആൻസർ എടുക്കാം. സോ 610 നമുക്ക് ആൻസർ വരും. ക്ലിയർ? ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. ഈ സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതും വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാം. നമുക്ക് ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അത് ഇങ്ങനെ താഴേക്ക് എടുക്കാം. 215 പ്ലസ് 369 മൈനസ് നമുക്ക് ഈ പെർസെൻറ്റേജും 2 0യും പോയി കഴിഞ്ഞാൽ 9 6 are 54 ആൻഡ് ഒരു 0 ഉണ്ട്. ആൻഡ് then പ്ലസ് 5 ഈക്വൽ ടു സംതിങ് സ്ക്വയർ ആണ് നമുക്കിവിടെ കൊടുത്തേക്കുന്നത്. സോ ഇനി ഇതൊന്ന് സോൾവ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് 300 പ്ലസ് 200 500 ആണ്. ഈ 500 നമുക്ക് മൈനസ് ചെയ്യാം. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു -40 ഉണ്ട്. സോ ഈ -40നെ നമുക്ക് ഈ 69ൽ നിന്ന് ആദ്യം അങ്ങ് മൈനസ് ചെയ്യുകയാണെങ്കിൽ ബാക്കി നമുക്ക് 29 വരും. സോ ഈ 40 നമുക്ക് പോയി ഇവിടുത്തെ 69ൽ നിന്ന് നമ്മൾ ആ ഒരു 40 മൈനസ് ചെയ്തിട്ടാണ് ബാക്കി ആ 29 താഴേക്ക് എടുത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള നമ്പേഴ്സിനെ മാത്രം അഞ്ഞിപ്പിക്കാം. ഇവിടെ ഒരു 15 ബാക്കിയുണ്ട്, ഇവിടെ ഒരു 5 ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ 20 30 5 5 10 40 പിന്നെ ഒരു 9 അങ്ങനെയാണെങ്കിൽ 49 എന്ന് പറഞ്ഞാൽ 7ന്റെ സ്ക്വയർ ആണ്. സോ നമ്മുടെ എച്ച് സ്ക്വയർ എന്ന് പറയുന്നതിൽ എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തെന്ന് വരും? നമുക്ക് 7 വരും. എച്ച് ഈക്വൽ ടു 7. നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ ആൻസർ വന്നിട്ടുണ്ട്. 2 സ്റ്റെപ്പ് അതിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്.
സോ നമ്മൾ ഈ ഒരു സെഷനിൽ സിംപ്ലിഫിക്കേഷൻ നമ്മുടെ എസ് ബി ഐയുടെ ക്ലർക്കിൽ ചോദിച്ചിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ്റെ 10 ക്വസ്റ്റൻസ് ആണ് നമ്മൾ ചെയ്തത്. സോ മൊത്തം 52 നേരത്തെ പറഞ്ഞ ലാസ്റ്റ് ഒരു 3 ഇയേഴ്സ് ക്വസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 52 ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിൽ നമ്മളിപ്പോൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 30 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റിമൈനിങ് ആയിട്ടുള്ള ഒരു 22-23 ക്വസ്റ്റൻസ് കൂടി ബാക്കിയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് നമുക്ക് ഇനി വരുന്ന സെഷനിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. സോ നിങ്ങൾ ഈ ഒരു സെഷൻസ് ഒക്കെ തന്നെ മുമ്പുള്ളത് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡെഫിനറ്റ്ലി അറ്റൻഡ് ചെയ്യുക. അത് ഇതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പ്രാക്ടീസ്. അത് കൂടാതെ തന്നെ ഇനി വരുന്നതും കറക്റ്റായിട്ട് മിസ്സാവാതെ തന്നെ ഫോളോ ചെയ്യുക. ആൻഡ് എക്സാമിന് മുമ്പ് നിങ്ങൾ ഈ ഒരു 5 സെഷൻസ് ലൈക്ക് ഈ ഒരു 50 ക്വസ്റ്റ്യൻ 52 ക്വസ്റ്റ്യൻ നിങ്ങൾ പറ്റുവാണെങ്കിൽ 2 വട്ടമെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ട് എക്സാമിന് പോകാൻ നോക്കുക. ഓക്കെ, 2 വട്ടമെങ്കിലും റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ആ പാറ്റേൺസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്സ് പാറ്റേൺസ് കോപ്പി ചെയ്യുക, സ്റ്റെപ്സ് കുറയ്ക്കാൻ നോക്കുക. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇത് ക്ലാസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് 2 സ്റ്റെപ്പേ ആവശ്യം വരത്തുള്ളൂ. അപ്പോൾ അത് നമ്മളൊന്ന് നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടി മാത്രം ചെയ്യുക. വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ലെങ്കിൽ നമുക്ക് 2 സ്റ്റെപ്പിൻ്റെ ആവശ്യം ചിലപ്പോൾ വന്നൊന്നും വരത്തില്ല. പലതും ഞാൻ 2 സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് മതിയായിരിക്കും. ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് ചിലപ്പോൾ സ്റ്റെപ്പിൻ്റെ ആവശ്യമേ ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, സോ നിങ്ങൾ ഇനിഷ്യലി നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആക്കി എടുക്കേണ്ടത് നിങ്ങളുടെ സിംപ്ലിഫിക്കേഷൻ ഏരിയ ആണ്. നിങ്ങളുടെ ബാക്കിയുള്ള ടോപ്പിക്സിനൊക്കെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഈ ഒരു നിങ്ങളുടെ കാൽക്കുലേഷൻ സ്കിൽസും സിംപ്ലിഫിക്കേഷൻ സ്കിൽസും ആണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ഐ ഹോപ്പ് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്ന ഈ സെഷനിൽ നമുക്ക് ഇതിൻ്റെ റിമൈനിങ് ക്വസ്റ്റൻസുമായിട്ട് നമുക്ക് ഉടനെ തന്നെ ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു ആൾ.